ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നിർവര എഡ്യൂക്കേഷൻ. പഠിപ്പിക്കുന്ന പോർഷൻസ് നന്നായി മനസ്സിലാക്കാൻ ലെക്ചർ 1 to 3 കണ്ടതിന് ശേഷം ലെക്ചർ 4 കാണുക. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ എന്ന ടോപ്പിക്കാണ് ഇനി പഠിക്കാനുള്ളത്. ഈ സെക്ഷനിൽ നമ്മൾ മാറ്ററിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ അവിടെ എന്ത് ചേഞ്ചാണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മാറ്ററിൽ ഞാൻ പ്രഷർ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ പ്രഷർ കൂട്ടി കൊടുക്കും തോറും മാറ്ററിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അടുത്തടുത്തടുത്ത് വരാൻ തുടങ്ങും അല്ലേ? അതായത് അവരുടെ ഇടയിലുള്ള സ്പേസ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി ഞാൻ മറിച്ച് കൊടുത്ത പ്രഷർ ഞാൻ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിലോ, അതായത് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിലോ, ഈ മാറ്ററിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ദൂരെയായിട്ട് പോകും. അതായത് അവരുടെ ഇടയിലുള്ള സ്പേസ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അവർ എക്സ്പാൻഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. ഇപ്പം ഞാൻ ഒരു ഗ്യാസ് പാർട്ടിക്കിൾസിൽ ആണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അടുത്തടുത്തടുത്ത് വരും അല്ലേ? അങ്ങനെ ഇവരുടെ ഇടയിലുള്ള സ്പേസ് റെഡ്യൂസ്ഡ് ആവേ അങ്ങനെ ഗ്യാസ് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ഓക്കെ, പിന്നെ ലിക്വിഡ് എന്താവും? സോളിഡായിട്ടും മാറും. അപ്പോൾ ഇഫ് പ്രഷർ ഈസ് ഇൻക്രീസിംഗ്ലി അപ്ലൈഡ് ഓൺ എ ഗ്യാസ്, പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് കം ക്ലോസർ ആൻഡ് ക്ലോസർ ആൻഡ് ഇവൻച്വലി ദ ഗ്യാസ് മേ ചേഞ്ച് ഇൻ ടു ലിക്വിഡ് ആൻഡ് ദെൻ ടു സോളിഡ് ഫോം. അതായത് എന്താണ്? ഞാൻ പ്രഷർ കൂട്ടി കൊടുക്കും തോറും ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അടുത്തടുത്ത് വരികയും ചെയ്യും. അതുപോലെ അതെന്താവും? ഏത് സ്റ്റേറ്റിലേക്ക് കൺവേർട്ടഡ് ആവും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ടഡ് ആവുകയും വീണ്ടും പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസിൽ അതെന്താവും? ലിക്വിഡ് വീണ്ടും സോളിഡ് ഫോമിലേക്ക് മാറുകയും ചെയ്യുമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷറിനെ കുറിച്ച് പറയാനുള്ളത്. ഗ്യാസിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് ലിക്വിഡാവും, ദെൻ ലിക്വിഡ് സോളിഡാവും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡ്രൈ ഐസിനെ കുറിച്ചാണ്. എന്താണ് ഡ്രൈ ഐസ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ ഉള്ള CO2, അതായത് കാർബൺ ഡയോക്സൈഡ്, സോളിഡ് സ്റ്റേറ്റിലുള്ള കാർബൺ ഡയോക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഹൈ പ്രഷർ അപ്ലൈ ചെയ്താണ് നമ്മൾ ഡ്രൈ ഐസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ഇറ്റ് ഇസ് സ്റ്റോർഡ് അണ്ടർ ഹൈ പ്രഷർ. വളരെ വലിയൊരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈ ഐസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി അതായത് ഗീഷ്യ സ്റ്റേറ്റിലിരിക്കുന്ന CO2 നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്താവും? സോളിഡ് CO2 ആയിട്ട് മാറും. അതായത് സോളിഡ് സ്റ്റേറ്റിലെ CO2 ആയിട്ടത് മാറും. അപ്പം നമുക്ക് ഡ്രൈ ഐസിന് ഏകദേശം ഒരു സബ്ലിമേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഞാനിപ്പോൾ കൊടുത്ത പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ഒരു 1 atmosphere പ്രഷർ ഞാൻ റെഡ്യൂസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലുള്ള CO2 അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകും. അത് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകും? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് സോളിഡ് CO2 ഗെറ്റ്സ് കൺവേർട്ടഡ് ഡയറക്ട്ലി ഇൻ ടു gaseous state. It converted directly into gaseous state on decrease of pressure 1 atmosphere without coming into liquid state. എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരാതെ തന്നെ അവരെന്ത് ചെയ്യും? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അവരെന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മൾ സോളിഡ് കാർബൺ ഡയോക്സൈഡിനെ ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. കാരണം അവരൊരിക്കലും തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നേയില്ല, ആ ഒരു സ്റ്റേറ്റ് പാസ് ചെയ്യുന്നേ ഇല്ല അവർ. അതുകൊണ്ടാണ് നമ്മളവരെ ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ 1 atmosphere എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 atmosphere എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പ്രഷറിൻ്റെ ഒരു യൂണിറ്റാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രഷർ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ ഞാൻ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് കൺവേർഷൻസ് നോക്കാം. അതായത് നമ്മൾ പഠിച്ച 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഈ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും നമ്മളെന്താണ്? ഹീറ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴോ പ്രഷർ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന കൺവെൻഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺവെൻഷൻസ് പല പരീക്ഷകൾക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, ഇത് കറക്റ്റായിട്ട് പഠിക്കണം. പലർക്കും ഇതിൽ കൺഫ്യൂഷൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, ഇത് തെറ്റിക്കരുത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം.
സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ഇൻ്റർകൺവെൻഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്യൂഷൻ എന്ന് വിളിക്കും. സോളിഡ് ലിക്വിഡ് ആകുന്നതിന് നമ്മൾ ഫ്യൂഷൻ എന്ന് പഠിക്കും. ഈ ഫ്യൂഷൻ നമ്മൾ ലെക്ചർ 3 പഠിച്ചതാണ്. ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ടഡ് ആവുന്നതിന് നമ്മൾ ഫ്യൂഷൻ എന്നും, നേരെ അതുപോലെ തിരിച്ച് ലിക്വിഡ് എന്താണ് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും അല്ലേ, അതിനെ നമ്മൾ സോൾഡിഫിക്കേഷൻ എന്നും വിളിക്കും. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആവുന്ന ഫ്യൂഷനും തിരിച്ച് സോൾഡിഫിക്കേഷനും. ഓക്കെ, ഇനി അതുപോലെ അടുത്ത ഇൻ്റർകൺവെൻഷൻസ് നോക്കാം നമുക്ക്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഹീറ്റ് ഇൻക്രീസ് ആകുമ്പോഴാണ് ലിക്വിഡ് എന്ത് ചെയ്യുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയും. അതുപോലെ എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഗ്യാസ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സിനെ നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയും അല്ലേ. നമ്മളിത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് കണ്ടൻസേഷൻ എന്താണെന്നുള്ളത്. ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്, മഴ പെയ്യുന്നത് അല്ലേ. വാട്ടർ വേപ്പർ എന്താണ് കണ്ടൻസ് ചെയ്താണ് മഴയായിട്ട് വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോയാൽ അതിനെ കണ്ടൻസേഷൻ നമുക്ക് പറയാം. ഇനി അടുത്തത് സോളിഡും ഗ്യാസുമാണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയാൽ അത് സബ്ലിമേഷൻ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോയാൽ ഡെപ്പോസിഷൻ. സബ്ലിമേഷനും ഡെപ്പോസിഷനും നമ്മൾ എവിടെ പഠിച്ചതാണ്? ലെക്ചർ 3 പഠിച്ചതാണ്. നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താണ് പഠിച്ചത്. ഇതിപ്പം മനസ്സിലാവാത്തവർ ലെക്ചർ 3 എന്തായാലും കാണണം. ഓക്കെ, ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന കുറച്ച് സ്കെയിലുകളെ കുറിച്ചാണ്. നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സ്കെയിലുകളാണ് ഏതൊക്കെ? കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും. ഓക്കെ, കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും. വേറെ സ്കെയിലുകളുണ്ട്, ഫാരൻഹീറ്റ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഏതൊക്കെ സ്കെയിലുകളാണ്? കെൽവിൻ സ്കെയിലിനെ കുറിച്ചും സെൽഷ്യസ് സ്കെയിലിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള SI യൂണിറ്റാണ് കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ കെൽവിൻ സ്കെയിലിലുള്ള ഒരു ടെമ്പറേച്ചറിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കുന്നതെന്നും സെൽഷ്യസ് സ്കെയിലിനെ എങ്ങനെ കെൽവിൻ സ്കെയിലിലേക്ക് ആക്കുമെന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അതിനൊരു ഇക്വേഷനുണ്ട്, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷനാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇതും എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ കൺവേർഷൻസൊക്കെ. ഓക്കെ, കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. ഓക്കെ, അതായത് കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസ്, അതായത് സെൽഷ്യസ് സ്കെയിലിൽ തരുന്ന ടെമ്പറേച്ചറിൻ്റെ കൂടെ ഒരു 273 അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മറക്കരുത്, ഈ ഇക്വേഷൻ തെറ്റിക്കരുത്. കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു എന്താണ്? ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 300 കെൽവിനെ എന്താക്കണം? സെൽഷ്യസ് സ്കെയിലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. സെൽഷ്യസ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? is equal to Kelvin scale, temperature in Kelvin scale minus 273 ആയിരിക്കില്ലേ? ഇക്വേഷൻ എന്താ? ഡിഗ്രി സെൽഷ്യസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് 273 ഇങ്ങോട്ടേക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ എത്രയാ? 300 മൈനസ് 273 എത്ര വരും? 300 മൈനസ് 273 എത്രയാ? 27 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അതായത് 300 കെൽവിൻ ഇസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ കൺവേർട്ട് ചെയ്തല്ലോ. അപ്പോൾ 300 കെൽവിൻ എന്ന് പറയുന്നത് എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ. എന്താണ്? 573 കെൽവിനാണ്. 573 കെൽവിൻ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും? നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ മൈനസ് 273 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 573 തന്നിട്ടുണ്ട് അല്ലേ. 2 മൈനസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ഡിഗ്രി സെൽഷ്യസ്. അതായത് 573 കെൽവിൻ എന്ന് പറയുന്നത് എത്രയാണ്? 300 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തന്ന 2 ടെമ്പറേച്ചേഴ്സും എന്താണ്, കെൽവിൻ സ്കെയിലിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക്, അതായത് സെൽഷ്യസ് സ്കെയിലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഷുവറായിട്ടൊരു ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒന്നല്ലെങ്കിൽ നമ്മളോട് എന്ത് പറയും, കെൽവിൻ സ്കെയിലിൽ നിന്ന് എന്താണ് സെൽഷ്യസ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിലിൽ നിന്ന് കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. ഏത് തന്നെയാണെങ്കിലും ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കുക. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചേഴ്സ് ഇൻ ടു കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലിലേക്ക് നമ്മൾ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 അല്ലേ? അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് ടെമ്പറേച്ചർ? 25 പ്ലസ് 273. അപ്പോൾ 273 പ്ലസ് 25 അല്ലേ? ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എത്ര കിട്ടും? 8. ഓക്കെ, 298 ഏതാണ് സ്കെയില്? കെൽവിൻ. 298 കെൽവിൻ എന്ന് പറയും. അതായത് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രയാണ് കെൽവിൻ സ്കെയിലിൽ? 298 കെൽവിനാണ്. ആൻസർ കിട്ടിയാലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് 373 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. ദാറ്റ് ഈസ് ഈക്വൽ ടു 373 പ്ലസ് 273 ഇസ് ഈക്വൽ ടു, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 373 പ്ലസ് 273 എന്ന് പറയുന്നത് 64 അല്ലേ? 646 കെൽവിൻ. ഓക്കെ, അതായത് 373 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 646 കെൽവിനാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കൺവേർഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്തത് ഏതൊക്കെയാണ്? ഒന്ന് കെൽവിൻ സ്കെയിലിനെ സെൽഷ്യസ് സ്കെയിലിലേക്ക്, ഇവിടെ ചെയ്തത് നമ്മൾ എന്താണ് സെൽഷ്യസ് സ്കെയിലിനെ കെൽവിൻ സ്കെയിലിലേക്കുള്ള കൺവേർഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.